പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പീരായിരി പഞ്ചായത്തിലെ 6-ാം വാർഡ് പൂഴിക്കുന്നത്ത് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തെ പങ്കെടുപ്പിക്കാതിരിക്കാൻ CPIM-ഉം BJP-യും ചേർന്നുള്ള CJP വലിയ ശ്രമങ്ങൾ നടത്തി നോക്കി. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം അത് ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസംഗം അത് കൃത്യമായി പറഞ്ഞത് ഈ CJP-ക്കാരുടെ നെഞ്ചത്ത് തറയ്ക്കുകയാണ്. ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ഒരു പൗരന് കിട്ടേണ്ട അവകാശങ്ങൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാങ്കൂട്ടം വളരെ വ്യക്തമായി പറഞ്ഞത്. 18,840 വോട്ടിന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച പാലക്കാടുകാർ അവരോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഒപ്പമുണ്ടാകുമെന്നും MLA-യുടെ വഴി തടയാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ നാട്ടിലൂടെ കാറിലൂടെ മാത്രമല്ല നടന്നു പോകാനും സ്വാതന്ത്ര്യമുണ്ട്. തന്നോടൊപ്പം നെഞ്ച് കൊടുത്തുകൊണ്ട് ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ താൻ ആരെയാണ് ഭയക്കേണ്ടത് എന്നും രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നു. നമുക്കറിയാം, നേരത്തെ വടകര MP-ആയ ഷാഫി പറമ്പിലിനെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയ കാര്യം വളരെയധികം വൈറലാണ്. ഒന്ന് ആലോചിക്കണം, സമൂഹത്തിൽ ഹൈറാർക്കി ഇവർക്കുണ്ട്. കൃത്യമായും അവർക്ക് ജനപ്രതിനിധികൾ എന്ന രീതിയിൽ തന്നെ സൊസൈറ്റിയിൽ ഹൈറാർക്കി ഉണ്ട്. അത് കൃത്യമായി എടുത്ത് ഉപയോഗിച്ചാൽ ഈ പോലീസുകാർക്കൊന്നും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ BJP-യുടെ ഏതെങ്കിലും 3-4 ആളുകൾ തിണ്ണമെടുക്കുമായി പാലക്കാട് ജില്ലയിൽ വന്നാലോ അതിന് നേരിടാനുള്ള കെൽപ്പൊക്കെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് DCC വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ചെത്തിക്കളയും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഡയലോഗ് വെറും ബാലിശമാണ്. അതൊക്കെ വെറുതെ ജൽപ്പനങ്ങൾ മാത്രമാണ്. വെറുതെ ചിന്തിച്ചു കൂട്ടാം എന്നുള്ളതല്ലാതെ BJP-ക്കാർക്കോ CPIM-കാർക്കോ അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും മാങ്കൂട്ടം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിലാക്കി അദ്ദേഹത്തിന് ഒരു പൊതുപരിപാടികളിലും പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള എല്ലാ കളികളും കളിക്കുമെന്നായിരുന്നു പ്രശാന്ത് ശിവനും C കൃഷ്ണകുമാറും ഒക്കെ പറഞ്ഞത്. C കൃഷ്ണകുമാർ നമുക്കറിയാം, നാണം കെട്ട് BJP-ക്ക് ആകെ നാണക്കേടുണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ്. പാലക്കാട് നഗരസഭയിൽ സാധാരണ ഏത് ഗതിയിലും BJP-ക്ക് ലീഡ് കിട്ടുന്ന നഗരസഭയിൽ പോലും 5000-ഓളം വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് തോറ്റിരുന്നു. പിന്നെയല്ലേ പിരായിരിയും കണ്ണാടിയും മാത്തൂരും. അവിടെയൊക്കെ എണ്ണിക്കഴിഞ്ഞതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം 5000-ൽ നിന്ന് 10,000-ഉം 15,000-ഉം ഒരു ഘട്ടത്തിൽ 20,000-ലേക്ക് കുതിക്കും എന്ന തോന്നൽ വരെ ഉണ്ടായത്. കൃത്യമായി മാങ്കൂട്ടം പറയുകയാണ്, തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക്. ഒന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലൊക്കെ ഇവർ തടുക്കുന്നെന്ന്. ഏതായാലും പാലക്കാട് ജില്ലയിൽ താൻ ഇനിയുള്ള കാലം മുഴുവൻ കാണുമെന്നും അതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നുവെന്നും തുറന്നടിച്ചിരിക്കുകയാണ്.